UPSC പ്രിലിംസ് പരീക്ഷയിൽ ആൻഷ്യൻ ഇന്ത്യ നമ്മൾ ഓൾറെഡി 1-2 വീഡിയോ ഇവിടെ ഡിസ്കസ് ചെയ്ത് വെച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ആൻഷ്യൻ ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 യൂണിറ്റുകളാണ് ഇന്ന് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു മൈ ചാനൽ. സോ ഡിയർ സ്റ്റുഡൻസ്, ഫസ്റ്റ് ഓഫ് ഓൾ എ ഗ്രേറ്റ് താങ്ക്സ് ടു ഓൾ ഓഫ് യു. നിങ്ങൾ ആദ്യത്തെ വീഡിയോയ്ക്ക് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്. വളരെ വലിയ സന്തോഷം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ പ്രിപ്പറേഷനിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആൻഷ്യൻ ഇന്ത്യയിൽ നിന്നും 5 പ്രധാനപ്പെട്ട യൂണിറ്റുകൾ നിങ്ങൾ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെയായിരിക്കണം? ഒന്നാമത്തത് ഇൻഡസ് വാലി സിവിലൈസേഷൻ. PYQ എടുത്ത് നോക്കുന്ന സമയത്ത് പലപ്പോഴായിട്ട് അതിൽ നിന്ന് പല ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ കഴിഞ്ഞ വർഷമോ അതിൻ്റെ മുമ്പത്തെ വർഷമോ ചോദിച്ചിട്ടില്ല എന്ന് കരുതിയിട്ട് നിങ്ങളത് മാറ്റി വെക്കുക പോലും ചെയ്യരുത്. കാരണം ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഫേസ് ആണ് വരുന്നത്. അതുകൊണ്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ നടക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എങ്ങനെ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഡെവലപ്പ് ചെയ്തു എന്ന് പറയുന്നൊരു കാര്യം മനസ്സിലാക്കണം. അതിൻ്റെ നേച്ചർ, ദെൻ അർബണൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകൾ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. ആസ് വെൽ ആസ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇക്കണോമിക് പരമായിട്ടുള്ള ആക്ടിവിറ്റീസ്, സോഷ്യൽ ലൈഫ്, ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടെ അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ വൺ ഓഫ് ദി വെരി സിഗ്നിഫിക്കൻ്റ് ആണ്, മറക്കരുത്. ഡെഫിനറ്റ്ലി ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഡിക്ലൈനേഷൻ സംഭവിക്കുന്ന ഒന്നാണല്ലോ വേദിക് കൾച്ചർ. വേദിക് കൾച്ചറിൽ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ടത് 2 ക്ലാസിഫിക്കേഷനാണ്: ഏർലി വേദിക് പീരീഡ്, ലേറ്റർ വേദിക് പീരീഡ്. ഈ ക്ലാസിഫിക്കേഷൻ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ജോഗ്രഫി, ആ കാലഘട്ടത്തിൻ്റെ സൊസൈറ്റി, പൊളിറ്റി, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. അത് ഏർലി വേദിക്കിൽ എന്തായിരുന്നു, ലേറ്റർ വേദിക്കിൽ എന്തായിരുന്നു, ഇതിൻ്റെ ഒരു കമ്പാരിറ്റീവ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതേസമയത്ത് അവിടുത്തെ നേച്ചർ മനസ്സിലാക്കി വെക്കണം. ഏർലി വേദിക്കിൻ്റെ റിലീജിയൻ ആവട്ടെ, സൊസൈറ്റി ആവട്ടെ, നേച്ചർ, ദെൻ ഹൗ ദ ട്രാൻസിഷൻ ഹാപ്പൻഡ് എന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു ടേർമിനോളജീസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അത് മിസ്സാക്കരുത്. ഓക്കെ, അപ്പോൾ ഈ 2 ടോപ്പിക്കുകൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് വരുന്നതാണ് മൗര്യൻ ആൻഡ് ഗുപ്ത എംപയർ. ഞാനിവിടെ 2 ഡൈനാസ്റ്റികൾ ഒരുമിച്ചാണ് പറയുന്നത്. ബിക്കോസ് ദിസ് മൗര്യൻ ആസ് വെൽ ആസ് ദിസ് ഗുപ്ത എംപയർ രണ്ടും വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് പവർഫുൾ ഡൈനാസ്റ്റീസ് ആണ്. അപ്പോൾ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ, അവിടുത്തെ ഇക്കണോമി, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ്. അത് രണ്ടും കമ്പയർ ചെയ്തിട്ട് തന്നെ വൃത്തിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ദെൻ കംസ് അനദർ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ബുദ്ധിസം, ജൈനിസം. ബുദ്ധിസം മാത്രം പഠിച്ചു പോകാറുണ്ട്, പക്ഷേ മനസ്സിലാക്കി വെക്കുക, ദീസ് ആർ നാസ്തിക സ്കൂൾ ഓഫ് ഫിലോസഫി. അതുകൊണ്ട് ബുദ്ധിസം ഉണ്ട്, ജൈനിസം ഉണ്ട്, അജീവികാസ് ഉണ്ട്, ദർ ആർ മെനി അതർ തിങ്സ് അല്ലേ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 4 പഠിച്ചു വെക്കുക: ബുദ്ധിസം, ജൈനിസം, അജീവികാസ്, ദെൻ ചാർവാകാസ്. ഇതിൻ്റെ ബേസിക് ഫിലോസഫി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഗിവിങ് മോർ ഇമ്പോർട്ടൻസ് ടു ബുദ്ധിസം ആൻഡ് ജൈനിസം. അതിൽ നിങ്ങൾ കൂടുതലായിട്ട് അതിൻ്റെ ഒറിജിൻ, ഫിലോസഫി, ടെർമിനോളജി, കുറേ കാര്യങ്ങൾ നോക്കേണ്ടിയിരിക്കുന്നു. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ടോപ്പിക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ഐഡിയ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡു കമൻറ്റ് ദാറ്റ്. ഞാൻ ഡെഫിനറ്റ്ലി അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം, സംഘം ഏജും അതുപോലെ അതർ ഡൈനാസ്റ്റീസും ആണ്. സംഘം ഏജിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഹിസ്റ്റോറിക് പീരീഡ് ആരംഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ സംഘം ഏജ് അവിടെ ഉണ്ടായിരുന്ന ഡൈനാസ്റ്റീസ്, അത് സംഘം ചോളയാകാം, ചേരയാകാം, പാണ്ഡ്യയാകാം, അതുമാത്രമല്ല നിയർ ബൈ കോണ്ടംപററി ആയിട്ടുണ്ടായിരുന്ന അതർ ഡൈനാസ്റ്റീസ് വരെ ആകാം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. സോ സമ്മറൈസിങ് ഓൾ ദീസ് പോയിന്റ്സ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇത്രയേ ഉള്ളൂ. ഒന്ന്, നിങ്ങൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ വിത്ത് നോ എക്സ്ക്യൂസ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. വേദിക്കിൻ്റെ നേച്ചറും കമ്പാരിറ്റീവ് ലേണിംഗ് അവിടെ നിങ്ങൾക്ക് നിർബന്ധമാണ്. മൗര്യനും ഗുപ്തയും കമ്പാരിറ്റീവ് ലേണിംഗ് ആവശ്യമുണ്ട്. ദെൻ ബുദ്ധിസം, ജൈനിസം, അതർ ഫിലോസഫീസ്, നോ ഡൗട്ട് ഇൻ ദാറ്റ് നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. പക്ഷേ അതിൽ സ്പെസിഫിക് ആയിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ടോപ്പിക്സ് ആണെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. ആൻഡ് ഫൈനലി സംഘം ഏജ് ആൻഡ് അതർ ഡൈനാസ്റ്റീസ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കേണ്ടത്. ഇതും മാത്രം നോക്കിയാൽ മതിയോ എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ടാവും. അല്ല, ഞാൻ വീണ്ടും പറയുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ്. ഇതല്ലാതെ ബാക്കിയുള്ള ചില ഏരിയകൾ നമ്മൾ മറ്റു മെത്തേഡുകളിൽ നോക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഈ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ടല്ലോ, അത് നിങ്ങൾ വളരെ ഇൻഡെപ്തിൽ നോക്കേണ്ട ആവശ്യമില്ല. മെഗാലിത്തിക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതും ഇൻഡെപ്തിലല്ല നോക്കേണ്ടത്. അതിൻ്റെ ഫീച്ചർ മനസ്സിലാക്കി വെക്കുക. സൈറ്റുകൾ എവിടെയാണെന്നുള്ള അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പലപ്പോഴും ചോദിക്കുക. അപ്പോൾ ആ രീതിയിലാണ് വേണ്ടത്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കിൽ എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഐ കം അപ്പ് വിത്ത് ദാറ്റ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കത് യൂസ്ഫുൾ ആകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്തിട്ട് ബാക്കിയുള്ള ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും ശ്രമിക്കുക കേട്ടോ. So see you in the next video. Thank you.